നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു നാഷണൽ അവാർഡിനെ കുറിച്ച്. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാതൽ എന്ന് പറയുന്ന സിനിമ ഈ ഒരു വർഷത്തെ നാഷണൽ അവാർഡ് ഇതിനകത്ത് പരിഗണിക്കത്തില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 70ാമത് നാഷണൽ അവാർഡ്, അതായത് ഈ വർഷം കൊടുക്കാൻ പോകുന്ന നാഷണൽ അവാർഡ് കൊടുക്കുന്നത് 2022 സെൻസറിങ് കഴിഞ്ഞ സിനിമകളുടെ ലിസ്റ്റിലാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. 2022 കാതൽ എന്ന് പറയുന്ന സിനിമ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2023 കാതൽ എന്ന് പറയുന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് 2022 സെൻസർ ചെയ്ത് 2022 23 റിലീസ് ചെയ്ത സിനിമകൾക്കുള്ള അവാർഡാണ് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരന്നിരുന്നു. നമ്മുടെ ചാനലുകളിൽ വന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലായത്. മാത്രമല്ല, അതിനെക്കുറിച്ച് വേറെ പലരും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അതായത് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു വർഷത്തെ നാഷണൽ അവാർഡ് ദാനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ അത് കൊടുത്തത് 2021 ഏറ്റവും മികച്ച നടനുള്ള അവാർഡായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡായിരുന്നു 2023 കഴിഞ്ഞ കൊല്ലം കൊടുത്തത്. ഈ വർഷം വരുമ്പോൾ അത് 2022 താരങ്ങൾക്കുള്ള അവാർഡാണ് കൊടുക്കുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നാഷണൽ അവാർഡിൻ്റെ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വെറുതെ നാഷണൽ അവാർഡ് 2024 എന്ന് ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നതായിരിക്കും. A to Z അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആരൊക്കെയോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ചില ചാനലുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളിൽ വലിയ പ്രസ്താവനകൾ നടത്താതിരിക്കുക. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ നാഷണൽ അവാർഡിൻ്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. വരാൻ പോകുന്ന അവാർഡ്, അതായത് ഈ മാസം പ്രഖ്യാപിക്കാൻ പോകുന്ന അവാർഡ് 2022